ത്രിയേക ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. കർത്താവിൽ പ്രിയ വിശ്വാസികളുടെ സമൂഹമേ, നിങ്ങളെ എല്ലാവരെയും പ്രഭാത വചനത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ വിഷയം എന്ന് പറയുന്നത് ദൈവം നമുക്ക് തരുന്ന സപ്ത അനുഗ്രഹങ്ങൾ. ഏതൊക്കെയാണ് ആ സപ്താനുഗ്രഹങ്ങൾ എന്ന് നമുക്ക് നോക്കാം. ഒന്നാമത്തേത്, ദൈവം നമ്മുടെ മീതെ നമ്മെ കാത്തു സൂക്ഷിക്കുന്നവൻ ആണ്. ദൈവം നമ്മുടെ മീതെ നമ്മെ കാത്തു സൂക്ഷിക്കുന്നവൻ ആണ്. ആവർത്തന പുസ്തകം 4-ാം അധ്യായം 39-ാം വാക്യം. ആകയാൽ മീതെ സ്വർഗത്തിലും താഴെ ഭൂമിയിലും യഹോവ തന്നെ ദൈവം, മറ്റൊരുത്തനുമില്ല എന്ന് നീ ഇന്ന് അറിഞ്ഞ് മനസ്സിൽ വെച്ചുകൊള്ളുക എന്ന് ഇവിടെ ഇസ്രായേൽ ജനങ്ങളോട് മോശ മുഖാന്തരം യഹോവ അരുളി ചെയ്യുന്നതാണ് നാം ഇവിടെ കണ്ടത്. ദൈവം നമുക്ക് മീതെ സ്വർഗത്തിലും താഴെ ഭൂമിയിലും ഉണ്ട് എന്നുള്ളതാണ് ഈ വേദഭാഗം നമ്മോട് പറയുന്നത്. യഹോവ തന്നെ ദൈവം, മറ്റൊരുത്തനുമില്ല എന്ന് നീ ഇന്ന് അറിഞ്ഞ് മനസ്സിൽ വെച്ചുകൊള്ളുക എന്ന് ഇവിടെ എടുത്തു പറയുന്നു. രണ്ടാമതായിട്ട് നമുക്ക് നോക്കേണ്ടത്, ദൈവം നമ്മുടെ കീഴെ നമ്മെ താങ്ങുന്നവനായി എപ്പോഴും ഉണ്ട് എന്നുള്ളതാണ്. ആവർത്തന പുസ്തകം 33-ാം അധ്യായം 27-ാം വാക്യത്തിൽ പ്രകാരം പറയുന്നു, പുരാതനനായ ദൈവം നിന്റെ സങ്കേതം, കീഴെ ശാശ്വത ഭുജങ്ങൾ ഉണ്ട്. അവൻ ശത്രുവിനെ നിന്റെ മുമ്പിൽ നിന്നും നീക്കിക്കളഞ്ഞു, സംഹരിക്കുക എന്ന് കൽപ്പിച്ചിരിക്കുന്നു. നമുക്ക് ആ ഒരു ഉറച്ച വിശ്വാസം എപ്പോഴും നമ്മുടെ മുമ്പിൽ ഉണ്ട് എങ്കിൽ ആ സപ്താനുഗ്രഹങ്ങളിൽ രണ്ടാമത്തേത് നമ്മോടൊപ്പം എപ്പോഴും ഉണ്ടായിരിക്കും. മൂന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത്, ദൈവം നമ്മുടെ പിമ്പിൽ എപ്പോഴും ഉണ്ട്, നമ്മെ കാത്തു സൂക്ഷിക്കും. അതിന് യാതൊരു സംശയവുമില്ല. മഹത്വമുള്ളവനായ യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 52-ാം അധ്യായം 12-ാം വാക്യത്തിൽ പ്രകാരം പറയുന്നു, നിങ്ങൾ ബദ്ധപ്പാടോടെ പോകയില്ല, ഓടിപ്പോകുകയുമില്ല. യഹോവ നിങ്ങൾക്ക് മുമ്പായി നടക്കും, ഇസ്രായേലിൻ്റെ ദൈവം നിങ്ങളുടെ പിമ്പട ആയിരിക്കും എന്ന് ഇവിടെ പറഞ്ഞിരിക്കുന്നു. ആ ഒരു വിശ്വാസം നമുക്കുണ്ട് എങ്കിൽ ഈ സപ്താനുഗ്രഹങ്ങളിൽ മൂന്നാമത്തെ ആ പോയിന്റ്സും നമ്മുടെ മനസ്സിൽ പതിപ്പിച്ചുകൊണ്ട് ദൈവം നമ്മുടെ പിമ്പിൽ എപ്പോഴും ഉണ്ട്, നമുക്കൊരിക്കലും ഭയപ്പെടേണ്ടതില്ല എന്നുള്ളത് വളരെ ക്ലിയർ ആകും. നാലാമത്തെ പോയിന്റ്, ദൈവം നമുക്ക് മുമ്പിൽ നമ്മെ വഴി നടത്തുന്നവനാണ് എന്ന് ഇവിടെ ക്ലിയർ ആയിട്ട് പറഞ്ഞിരിക്കുന്നു. യെശയ്യാ പ്രവചനം 45-ാം അധ്യായം 2-ാം വാക്യത്തിൽ പ്രകാരം പറയുന്നു, ഞാൻ നിനക്ക് മുമ്പായി ചെന്ന് ദുർഘടങ്ങളെ നിരപ്പാക്കുകയും താമ്രവാതിലുകളെ തകർത്ത് ഇരുമ്പോടാമ്പലുകളെ ഖണ്ഡിച്ചു കളയുകയും ചെയ്യും എന്ന് ഇവിടെ പറയുന്നു. അഞ്ചാമത്തെ പോയിന്റ് എന്ന് പറയുന്നത്, ദൈവം നമ്മുടെ വലതു ഭാഗത്ത് നമ്മെ കാത്തു സൂക്ഷിപ്പാൻ ഉണ്ട് എന്നതാണ്. ഇവിടെ നാം നോക്കുമ്പോൾ 16-ാം സങ്കീർത്തനം 8-ാം വാക്യത്തിൽ പ്രകാരം പറയുന്നു, ഞാൻ യഹോവയെ എപ്പോഴും എൻ്റെ മുമ്പിൽ വെച്ചിരിക്കുന്നു, അവൻ എൻ്റെ വലതു ഭാഗത്തുള്ളത് കൊണ്ട് ഞാൻ കുലുങ്ങിപ്പോകയില്ല. ആ ഒരു ആത്മധൈര്യം നമുക്ക് ഉണ്ടോ എന്ന് നമ്മോട് തന്നെ ഒന്ന് ചോദിക്കേണ്ടതായ ഒരു സമയത്താണ് നാം ജീവിക്കുന്നത്. അടുത്ത പോയിന്റ് എന്ന് പറയുന്നത്, ദൈവം നമുക്ക് ചുറ്റും നമ്മെ രക്ഷിപ്പാനായി ഉണ്ട്. ദൈവം നമുക്ക് ചുറ്റും നമ്മെ രക്ഷിപ്പാനായിട്ടുണ്ട്. 125-ാം സങ്കീർത്തനം 2-ാം വാക്യത്തിൽ പ്രകാരം പറയുന്നു, പർവ്വതങ്ങൾ യെരൂശലേമിനെ ചുറ്റിയിരിക്കുന്നു, യഹോവ ഇന്നു മുതൽ എന്നേക്കും തൻ്റെ ജനത്തെ ചുറ്റിയിരിക്കുന്നു എന്ന് ആണ് ഇവിടെ എടുത്ത് പറയുന്നത്. അടുത്ത പോയിന്റ്, ദൈവം നമ്മുടെ ഉള്ളിൽ എപ്പോഴും കൂട്ടുകാരനും ആശ്വസിപ്പിക്കുന്നവനും ആയിട്ട് ഉണ്ട് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. യെഹെസ്കേൽ പ്രവാചകൻ്റെ പുസ്തകം 36-ാം അധ്യായം 27-ാം വാക്യത്തിൽ പ്രകാരം പറയുന്നു, ഞാൻ എൻ്റെ ആത്മാവിനെ നിങ്ങളുടെ ഉള്ളിലാക്കി നിങ്ങളെ എൻ്റെ ചട്ടങ്ങളിൽ നടക്കുമാറാക്കും, നിങ്ങൾ എൻ്റെ വിധികളെ പ്രമാണിച്ച് അനുഷ്ഠിക്കും എന്ന് ഇവിടെ എടുത്ത് പറഞ്ഞിരിക്കുന്നു. പരിശുദ്ധനായ പൗലോസ് ശ്ലീഹ ഗലാത്യർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായം 20-ാം വാക്യത്തിൽ ഇപ്രകാരം പറയുന്നു, ഞാൻ ക്രിസ്തുവിനോട് കൂടെ
ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു. ഇനി ജീവിക്കുന്നത് ഞാനല്ല, ക്രിസ്തു അത്രേ എന്നിൽ ജീവിക്കുന്നു. ഇപ്പോൾ ഞാൻ ജഡത്തിൽ ജീവിക്കുന്നതോ എന്നെ സ്നേഹിച്ചു എനിക്ക് വേണ്ടി തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുത്തു ദൈവപുത്രങ്കലുള്ള വിശ്വാസത്താൽ അത്രേ ജീവിക്കുന്നത് എന്ന് ഇവിടെ എടുത്തു പറയുന്നുണ്ട്. നാം ഇവിടെ കാണുന്നത് നമ്മുടെ ദൈവമായ കർത്താവ് നമ്മോടൊപ്പം എപ്പോഴും ഉണ്ട് എന്നതാണ്. ദൈവം നമ്മോടൊപ്പം ഉണ്ടാകണമെങ്കിൽ നാം അവൻ്റെ ദൈവീക സൽഗുണങ്ങളെ തിരിച്ചറിയണം. ദൈവീക സൽഗുണങ്ങൾ തിരിച്ചറിയണമെന്നുണ്ട് എങ്കിൽ ദൈവവചനം മുറുകെ പിടിക്കണം. ദൈവീക സൽഗുണങ്ങൾ തിരിച്ചറിയണമെങ്കിൽ ദൈവവചനം രാപ്പകൽ ധ്യാനിക്കണം. ദൈവീക സൽഗുണങ്ങൾ തിരിച്ചറിയണമെങ്കിൽ ദൈവവചനം വായിക്കണം, പഠിക്കണം. ദൈവീക സൽഗുണങ്ങൾ തിരിച്ചറിയണമെങ്കിൽ ദൈവവചനം പ്രയോജനപ്പെടുത്തണം. ദൈവീക സൽഗുണങ്ങൾ തിരിച്ചറിയണമെങ്കിൽ നശിച്ചുകൊണ്ടിരിക്കുന്ന ജനങ്ങളെ വചനത്തിലൂടെ ഉദ്ബോധിപ്പിക്കണം. ദൈവീക സൽഗുണങ്ങൾ തിരിച്ചറിയണമെങ്കിൽ ദൈവവചനം മറ്റുള്ളവരെ പഠിപ്പിക്കണം. അവൻ ജീവനുള്ള ദൈവമാണ് എന്നത് നാം തിരിച്ചറിയണം. പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകുന്നവനാണ് അവൻ എന്ന് നമ്മൾ തിരിച്ചറിയണം. ജീവനുള്ള ദൈവത്തിനായി നമ്മൾ ദാഹിക്കണം. 42-ാം സങ്കീർത്തനം 1-ാം അധ്യായം 42-ാം സങ്കീർത്തനം 1-ാം വാക്യം മുതൽ 3 വരെയുള്ള ഭാഗം നോക്കുമ്പോൾ നമുക്കിത് മനസ്സിലാകും. ജീവനുള്ള ദൈവത്തെ ആരാധിക്കണം. എബ്രായർക്ക് എഴുതിയ ലേഖനം 9-ാം അധ്യായം 14-ാം വാക്യത്തിൽ എഴുതിയിട്ടുണ്ട്. 1 തെസ്സലോനിക്കർ 1:9-10 വായിക്കുമ്പോൾ നമുക്കിത് ക്ലിയറാകും. സഭ ജീവനുള്ള ദൈവത്തിൻ്റെ ആലയമാണ് എന്നത് മനസ്സിലാക്കണം. 1 തീമോഥെയോസ് 3:14-15 നമുക്ക് മനസ്സിലാകും. ജീവനുള്ള ദൈവത്തിൻ്റെ സേനകളാണ് നാം ഓരോരുത്തരും. 1 ശമൂവേൽ 17:26 മുതൽ 33 വരെയുള്ള ഭാഗം വായിക്കുമ്പോൾ നമുക്ക് ഇതും ക്ലിയറാകും. ജീവനുള്ള ദൈവത്തിൻ്റെ കയ്യിൽ വീഴുന്നത് ഭയങ്കരം ആയിരിക്കുമെന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. എബ്രായർക്ക് എഴുതിയ ലേഖനം 10-ാം അധ്യായം 31-ാം വാക്യം. ജീവനുള്ള ദൈവത്തെ ത്യജിച്ച് കളയാതിരിപ്പാൻ പ്രവർത്തിക്കണം. എബ്രായർ 3:1 ഇത് പറയുന്നുണ്ട്. വചനം മുറുകെ പിടിക്കുന്നവരെ അവൻ ഒരിക്കലും ഉപേക്ഷിക്കുകയില്ല. അതിനുള്ള ഉദാഹരണമാണ് നമ്മുടെ പിതാക്കന്മാർ. അബ്രഹാം, ഇസഹാക്ക്, യാക്കോബ്, യോസഫ്, പിന്നെ യോബിൻ്റെ പുസ്തകം വായിക്കുമ്പോഴും നമുക്കിത് മനസ്സിലാകും. പരുമല തിരുമേനി, ദിവനാസ്യോസ് തിരുമേനി, പാമ്പാടി തിരുമേനി, ഇവരുടെയൊക്കെയും ജീവിത ശൈലി മനസ്സിലാക്കി അവരെ പോലെ നമ്മൾ ജീവിക്കുന്നുവെങ്കിൽ അതൊക്കെയും നമുക്ക് സാധ്യമാകും. ആദിമ സഭയിലെ പിതാക്കന്മാർ ജീവിച്ചതുപോലെ നമുക്ക് ജീവിക്കുവാൻ സാധിക്കുന്നുണ്ടോ? അതൊക്കെയും അങ്ങനെയൊക്കെ ജീവിക്കുന്നുവെങ്കിൽ മാത്രമേ ദൈവം നമുക്ക് ആ സപ്ത അനുഗ്രഹങ്ങൾ നമുക്ക് തരികയുള്ളൂ, അല്ലെങ്കിൽ അതിന് നമുക്ക് സാധ്യമാകുകയുള്ളൂ എന്ന് ഇവിടെ പറയുന്നു. നമ്മൾ കണ്ടതായ 7 സപ്ത അനുഗ്രഹങ്ങൾ എന്ന് പറയുന്നത്, ഒന്നാമത്തത് ദൈവം നമ്മുടെ മീതെ നമ്മളെ കാത്തു സൂക്ഷിക്കുന്നവൻ ആണ്. ദൈവം നമ്മുടെ കീഴെ നമ്മെ താങ്ങുന്നവനാണ് എന്നതിനായി എപ്പോഴും ഉണ്ട്. ദൈവം നമ്മുടെ മുമ്പിൽ എപ്പോഴും ഉണ്ട്. നമ്മെ കാത്തു സൂക്ഷിക്കുന്നതിനായിട്ട് ദൈവം നമ്മുടെ മുമ്പിൽ നമ്മെ വഴി നടത്തുന്നവനാണ് എന്ന് നമ്മൾ മറക്കാതിരിക്കുക. ദൈവം നമ്മുടെ വലതുഭാഗത്ത് നമ്മെ കാത്തു സൂക്ഷിക്കുവാൻ ഉണ്ട്. അടുത്തത്, ദൈവം നമുക്ക് ചുറ്റും നമ്മെ രക്ഷിപ്പാനായിട്ടുണ്ട്. ദൈവം നമ്മുടെ ഉള്ളിൽ എപ്പോഴും കൂട്ടുകാരനും ആശ്വസിപ്പിക്കുന്നതിനും ആയിട്ട് ഉണ്ട്. ഈ കാര്യം നമ്മൾ കൃത്യമായിട്ട് ഓർത്തിരിക്കുന്നുവെങ്കിൽ അവനിലെപ്പോഴും ആശ്രയിച്ചുകൊണ്ട് നമ്മളെ തന്നെ അവൻ്റെ പാദാങ്കരം സമർപ്പിച്ചുകൊണ്ട് നമുക്ക് നമ്മുടെ ബാക്കിയുള്ള ജീവിതം ജീവിക്കുവാൻ സാധിക്കുമെന്ന് മാത്രം ഈ അവസരത്തിൽ ഓർപ്പിച്ചുകൊണ്ട്, ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുന്നതിനായി അവൻ്റെ സപ്ത അനുഗ്രഹങ്ങൾ പ്രാപിപ്പാൻ തക്കോണം നമുക്ക് ജീവിക്കാം. ദൈവം നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. എൻ്റെ വാക്കുകൾ ഇവിടെ ഉപസംഹരിക്കട്ടെ. നന്ദി, നമസ്കാരം.